അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവവചന കേട്ട് വാസ്തവമായി ദൈവശബ്ദം കേട്ടു എന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗാഡ്. ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ നമുക്ക് വീണ്ടും ദൈവം എനിക്ക് നൽകി തന്ന ഒരു ദൂത് നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ടെക്സ്റ്റിലേക്ക് നമുക്ക് കടന്നു പോകാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യമാണല്ലോ നമ്മുടെ ടെക്സ്റ്റ്. ഈ ഒരു വേദിയിൽ ശുശ്രൂഷിക്കണം എന്ന് എന്നോട് പറഞ്ഞ സമയം മുതൽ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതിനു വേണ്ടി തയ്യാറാകുകയും ചെയ്ത് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ ഏകദേശം 7 മെസ്സേജ് കേട്ടു. എല്ലാവരും ആത്മനിറവോട് ഈ വിഷയത്തിന് ആധാരമായി പ്രത്യേകമായി ഇന്ന് പകല് വളരെ നല്ല രീതിയിൽ തീം പ്രസന്റ് ചെയ്തു. ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ലൂക്കോസ് എഴുതുന്ന സുവിശേഷം 5 വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതിനകത്ത് വെക്കുന്നു. നമ്പർ 1, ദ ബാക്ക്ഗ്രൗണ്ട്. ലൂക്കോസ് തിയോഫിലസിന് എഴുതുന്നു. തിയോഫിലസിന് അത് എഴുതുമ്പോൾ ഹീസ് എക്സ്പെക്ടിങ് ദാറ്റ് ദിസ് വിൽ ഗോ ടു ദ ചർച്ച്. ഇത് ദൈവസഭയ്ക്ക് കടന്നു പോകും എന്ന് താൻ എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ ഇദ്ദേഹം എഴുതുന്നത്. അപ്പോൾ തന്നെ താൻ എഴുതിയ കാര്യം ആക്യുറേറ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി 4 ആക്യുറസി ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ ആക്യുറസി ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാലഘട്ടം. ചാപ്റ്റർ 1 ഹേറോദിന്റെ കാലഘട്ടത്തിൽ, ചാപ്റ്റർ 2 സീസർ അഗസ്റ്റസിന്റെ കാലഘട്ടത്തിൽ, ചാപ്റ്റർ 3 ടിബറിയാസ് സീസറിന്റെ കാലഘട്ടത്തിൽ. ദാറ്റ് മീൻസ് ഹീസ് ടെല്ലിംഗ് ദാറ്റ് ഞാൻ എഴുതുന്നത് വളരെ ശക്തമായി കറക്റ്റ് ടൈമിങ്ങിലൂടെ എഴുതുന്നത്. അതിൻ്റെ പൊളിറ്റിക്കൽ ആക്യുറസി താൻ ആദ്യം പറയുന്നു. 2 ഹിസ്റ്റോറിക്കൽ ആക്യുറസി പറയുന്നുണ്ട്. താൻ പറയുന്നു ആ സമയത്ത് ഗവർണർ ആയിരുന്ന പോണ്ടിയസ് പൈലറ്റ്, ടെട്രാക്ക് ആയിരുന്ന ഹെറോദ് അന്റിപ്പാസ്, ഫിലിപ്പ് ലസാനിയസ്. ദാറ്റ് മീൻസ് ഹിസ്റ്റോറിക്കലി ഇത് ആക്യുറേറ്റ് ആണെന്ന് ലൂക്കോസ് എഴുതുന്നു. 3-ാമത്തെ കാര്യം റിലീജിയസ്ലി ഇത് ആക്യുറേറ്റാ. 3-ാം അധ്യായത്തിൽ അടുത്ത വാക്യത്തിൽ പറയുന്നത് 2 ഹൈ പ്രീസ്റ്റുമാരുടെ പേര് തരുന്നുണ്ട്, അന്നാസ് ആൻഡ് കയ്യാഫാസ്. ദാറ്റ് മീൻസ് റിലീജിയസ്ലി ഇത് ആക്യുറേറ്റ് ആയിരിക്കുന്നു. 4-ാമത്തെ ഒരു ആക്യുറസി അവിടെ പറയുന്നുണ്ട്. ലൂക്കോസ് എഴുതുമ്പോൾ താൻ ഐസയ ചാപ്റ്റർ 40 വേഴ്സ് 3 and 4 കോട്ട് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. ദാറ്റ് മീൻസ് പൊളിറ്റിക്കലി ആക്യുറേറ്റാ, ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റാ, റിലീജിയസ്ലി ഇത് ആക്യുറേറ്റാ. അതുമാത്രമല്ല ഇത് സ്ക്രിപ്ചറലി ആക്യുറേറ്റാ. ഇത്രയും ആക്യുറസി പറഞ്ഞതിൻ്റെ ശേഷമാ താൻ യോഹന്നാനെ ഒന്ന് പ്രസന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഞാൻ ഇനി എഴുതാൻ പോകുന്നത് ഒട്ടും മാറ്റമില്ല. ഈ പറഞ്ഞ ജനത്തോട് നിങ്ങൾ പോയി ചോദിച്ചോ, ഈ പൊളിറ്റിക്കൽ ആക്യുറസിയും ഹിസ്റ്റോറിക്കൽ ആക്യുറസിയും റിലീജിയസ് ആക്യുറസിയും സ്ക്രിപ്ചറൽ ആക്യുറസിയും ഉണ്ടെങ്കിൽ അടുത്തതും ഞാൻ പറയാൻ പോകുന്നത് ഒരു മാറ്റമില്ലാത്ത കാര്യമാണ്. താൻ പിന്നെടുത്ത് പറയുന്നത് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഹിയർ ഈസ് ദ കോൾ. ശ്രദ്ധിച്ചേ, ആ കോളിനെ കുറിച്ച് നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ദ വേർഡ് ഓഫ് കോൾ. ലൂക്കോസ് എഴുതുന്നത് ദ വേർഡ് ഓഫ് ഗാഡ് came upon John the son of Zechariah. അങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ മുകളിൽ വരുന്നു. കാനോണിക്കലി when was the last time the word of God came? അവസാനമായി എപ്പോഴാ ദൈവത്തിൻ്റെ വചനം വന്നത്? കാനോണിക്കലി ഏകദേശം 400-ലധികം വർഷം മുമ്പേ, അല്ലെങ്കിൽ ചിലർ പറയും 500 വർഷത്തിന് മുമ്പേ അവസാനമായി കാനോണിക്കലി വേർഡ് ഓഫ് ഗോഡ് വന്നത് മലാക്കി പ്രവചനത്തിനാണ്. മലാക്കി പ്രവചനത്തിന് ശേഷം 400 വർഷത്തെ സൈലൻസിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാന്റെ മേലിറങ്ങുന്നു. നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, 400 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും മെസ്സേജിന് ഒരു മാറ്റമില്ല, മെസ്സഞ്ചറിന് മാറ്റമുണ്ട്. മലാക്കി എവിടെ അവസാനിച്ചത്? മലാക്കിന്റെ പ്രസംഗത്തിന്റെ 4 മുഖ്യ പ്രസംഗങ്ങളാ യോഹന്നാൻ സ്നാപകൻ ഇവിടെ പ്രസംഗിക്കുന്നത്. That means where Malachi stopped, here John begins. അതിന്റെ അർത്ഥം ശ്രദ്ധിക്കണം, 400 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും മെസ്സേജിന് മാറ്റം വന്നിട്ടില്ല, മെസ്സഞ്ചർ മാറിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എല്ലാ മാസ്കുകളും മാറിയാലും ആൾക്കാർ വന്നാലും പോയാലും ദൈവത്തിനൊരു മാറ്റമില്ല,
ദൈവത്തിൻ്റെ ശബ്ദത്തിനൊരു മാറ്റമില്ല. അന്ന് 400 വർഷത്തിന് ശേഷം യോഹന്നാൻ എഴുന്നേറ്റ് അതേ മെസ്സേജ് എടുത്ത് പറയുമ്പോൾ ഇന്ന് 2000 വർഷത്തിന് ശേഷവും അതേ മെസ്സേജിന് വളരെ പ്രസക്തിയുണ്ടെന്ന് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ ദൈവസഭ അതിനൊന്ന് പ്രതികരിക്കാൻ പറ്റുമോ എന്ന്? ആമേൻ. മെസ്സഞ്ചർ മാറിയിട്ടില്ല, മെസ്സഞ്ചർ മാറി, മെസ്സേജ് മാറിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം ദ മെസ്സേജ് ഇറ്റ് സെൽഫ്. ഇനി മൂന്നാമത്തെ കാര്യത്തിൽ പോകുന്ന മെസ്സേജ് എന്തുവാ? യോഹന്നാൻ സ്നാപകൻ പറയുന്ന 2 മെസ്സേജ് ഇവിടെ. മെസ്സേജ് നമ്പർ 1, താൻ വാ തുറക്കുന്ന മെസ്സേജ് ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്, സർപ്പ സന്തതികളെ എന്ന ആദ്യത്തെ മെസ്സേജ് വരുന്നത്. ഈ സർപ്പ സന്തതികളെ എന്ന് പറയുമ്പോൾ ആ കോണ്ടെക്സ്റ്റുള്ളത് നോക്കണം. അതിൻ്റെ അർത്ഥം താൻ ഈ പറയുന്ന ആരോടാ? മാനസാന്തരത്തിന്റെ സ്നാനത്തിന് വേണ്ടി കടന്നു വന്ന ഒരു കൂട്ട ജനത്തോട് നോക്കി പറയുക, സ്നാനപ്പെടാൻ വന്ന ഒരു ജനത്തെ നോക്കി പറയുക, സർപ്പസന്തതികളെ. ഇവരുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ഒരു ചിന്ത മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യേശു യോഹന്നാൻ അത് പറയുന്നത് തന്നെ. രണ്ടാമത്തെ തൻ്റെ മെസ്സേജ് bear the fruit worthy of repentance. രണ്ടാമത്തെ മെസ്സേജ് താൻ പറഞ്ഞത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഈ 2 മെസ്സേജാണ് പറയുന്നത്. അങ്ങനെ ഈ 3 പോയിന്റും തള്ളി മാറ്റട്ടെ. നാലാമത്തെ ദ കാർഡിനൽ ഓഫ് ദ മെസ്സേജ്, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട്. ഈ മെസ്സേജിന് റെസിപ്പിയൻസ് നിന്ന് നമുക്ക് നോക്കാം. ആരാ ഈ മെസ്സേജ് റിസീവ് ചെയ്തത്? ഈ അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ 4 റെസിപ്പിയൻസ് ഉണ്ട്. ഇവിടെ 4 കൂട്ട ജനമാ, 4 കൂട്ട ജനത്തോടാ യോഹന്നാൻ സ്നാപകൻ ഈ മെസ്സേജ് പറയുന്നത്. ഇതിനകത്ത് 4 കൂട്ട ജനമുണ്ട്. നമ്പർ 1 മൾട്ടിറ്റ്യൂഡ്. അവിടെ എഴുതിക്കുന്ന ക്രൗഡ് എഴുതിക്കുന്നത്. എ ക്രൗഡ് ഹു കെയിം ടു ബി ബാപ്റ്റൈസ്ഡ് ബൈ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ആൻഡ് ദാറ്റ് ബാപ്റ്റിസം ഈസ് ദ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്. മാനസാന്തരത്തിന്റെ സ്നാനം. സ്നാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇമേർഷൻ ആണെന്നല്ലേ, മുങ്ങല. അങ്ങനാണെങ്കിൽ മാനസാന്തരത്തിന്റെ സ്നാനം എന്ന് പറയുമ്പോൾ എന്തോ ഉദ്ദേശിക്കേണ്ടത്? മാനസാന്തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങുക. അങ്ങനാണെങ്കിൽ ഈ ഫസ്റ്റ് ക്രൗഡിനെ ഒന്ന് ശ്രദ്ധിച്ചേ. മൾട്ടിറ്റ്യൂഡ്. ഈ ഒരു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്, സർപ്പസന്തതിയെ എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ മനസ്സിനകത്ത് ഒരു കാര്യമുണ്ട്. അത് യോഹന്നാൻ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ട് ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതികളാണെന്ന്. പക്ഷേ ആത്മാവിൽ നിറഞ്ഞ യോഹന്നാൻ പറയുന്നു, നിങ്ങളെ കണ്ടിട്ടും നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ടും നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയല്ല, സർപ്പത്തിന്റെ സന്തതിയാണ്. ആ സർപ്പത്തിന്റെ സന്ധി എന്ന ശാപവാക്കിനേക്കാൾ ഉപരിയായി അതിനെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സാത്താന്റെ സന്തതിയാണെന്ന് പറയുന്നതാ, അബ്രഹാമിന്റെ സന്തതിയല്ല. അപ്പോഴത്തേക്കിന് ഇവർക്കെല്ലാം ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ശ്രദ്ധിച്ച ദൈവമക്കളെ, ഇവർ തന്നെ പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ യോഹന്നാൻ അത് നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. 2 വസ്ത്രമുള്ളവർ ഒരാൾക്ക് വേറെ കൊടുക്കണം. ഫുഡില്ലാത്ത അധികം ഫുഡ് ഉണ്ടെങ്കിൽ അതില്ലാത്തവർക്ക് കൊടുക്കണം. അതിൻ്റെ അർത്ഥം ഈ 4 കൂട്ട ജനത്തെ നോക്കുമ്പോൾ ഈ 4 കൂട്ടം വീണത് വേറെ വേറെ കാര്യത്തിലാണ്. ഈ 4 കൂട്ടം അന്ന് യഹൂദ മതത്തിലാണെങ്കിൽ ഇന്ന് ഈ 4 കൂട്ടം ക്രിസ്തീയ സഭയ്ക്കകത്ത് ഈ 4 കൂട്ടമുണ്ട്. നമ്പർ 1 ഈസ് മൾട്ടിറ്റ്യൂഡ്. ഇവരുടെ എന്തുവാ കുഴപ്പം? ഇവരുടെ കുഴപ്പം പാസ്റ്റർ ഷാജി ഡാനിയൽ ഇപ്പം പറഞ്ഞോളൂ, നമ്മൾ ഇന്നലൊക്കെ കേട്ടു. ഹിപ്പോക്രസി. ഇവരുടെ ഹിപ്പോക്രസി എന്തുവാ? കപടഭക്തി. എന്തുവാ ഹിപ്പോക്രസി? മാത്രമല്ല പ്രൈഡുമുണ്ട്. കപടഭക്തി. എന്തുവാ കപടഭക്തി? അവർ പറയുന്ന ഭക്തി, നിങ്ങൾ എന്തുവാ പറയുന്ന മാനസാന്തരത്തിൽ സ്നാനമൊക്കെ ഞങ്ങൾ വന്നു, പക്ഷെ ഞങ്ങളുടെ പിതാവ് അബ്രഹാം തന്നെയാ, ഞങ്ങളുടെ അബ്രഹാമിന്റെ മക്കളാ. അപ്പോൾ യോഹന്നാൻ പറയുന്ന ആത്മനിറവിൽ പറയുന്നത്, ഈ വംശാവലിയിൽ ജനിച്ചതും കൊണ്ട് നിങ്ങൾ അബ്രഹാമിന്റെ മക്കളായി മാറുന്നില്ല. പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ എഴുതുന്നുണ്ട്, 3-ാം അധ്യായം 9-ാം വാക്യം, വിശ്വാസത്തിലുള്ളവർ മാത്രമേ അബ്രഹാമിന്റെ സന്തതികളായിരിക്കുന്നു. 9-ാം വാക്യം 27-ാം വാക്യത്തിൽ ഇങ്ങനെ, 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു, യേശു ക്രിസ്തുവിൽ ജനിച്ചവരെല്ലാം അബ്രഹാമിന്റെ സന്തതിയാകുന്നു. അങ്ങനാണെങ്കിൽ യോഹന്നാൻ പറയുന്നു, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാകുന്നില്ല. ലീനിയേജിൽ എത്തിയതും കൊണ്ട് നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാകുന്നില്ല. ദൈവത്തിന് അബ്രഹാമിന്റെ സന്തതി ഉണ്ടാക്കണമെങ്കിൽ അത് നിങ്ങളെ ആവശ്യമില്ല, ലീനിയേജിന്റെ ആവശ്യമില്ല, പാരമ്പര്യത്തിന്റെയും ആവശ്യമില്ല. വേണമെങ്കിൽ ജീവനില്ലാത്ത കല്ലിനകത്തുനിന്ന് എനിക്ക് എൻ്റെ സന്തതികളെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനാണെങ്കിൽ ഇന്ന് ദൈവസഭയെ നോക്കി ഈ നാക്കിൽ ദൈവത്തിന് ആത്മാവ് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ കപടഭക്തികളും മാറ്റി, പ്രൈഡ് മാറ്റി, ആൻസിസ്ട്രൽ പ്രൈഡ്, ട്രഡീഷണൽ പ്രൈഡ്, എൻ്റെ ലീനിയേജ്,
എൻ്റെ അപ്പൻ്റെ അപ്പൻ, എൻ്റെ 4ാം തലമുറ, എൻ്റെ 3ാം തലമുറ, ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ ആത്മാ പറയുക, എനിക്ക് ഉപയോഗിക്കാൻ ഒരുത്തനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ എനിക്ക് 2ാം തലമുറയും 3ാം തലമുറയും എനിക്ക് വേണ്ട. എനിക്ക് ജീവനില്ലാത്ത ഒരു കല്ലിനകത്ത് എൻ്റെ ആത്മാവിനെ ഇറക്കി എനിക്ക് എൻ്റെ ജനത്തെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു പാരമ്പര്യമില്ല, ആരും അറിയാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ നോക്കിയ ദൈവത്തിന്റെ ആത്മാ പറയുന്നത്, വേറെ ആരെയും ഉപയോഗിച്ചില്ലെങ്കിലും നിന്നെ ഉപയോഗിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ വിളിച്ചു പറയുക, ഒരു കല്ലിനകത്തുനിന്ന് അബ്രഹാമിന്റെ സന്തതികളെ ഉണ്ടാക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തന്നെ വലിയ ഗാംഭീര്യത്തോടും ഭയങ്കര പാരമ്പര്യ പ്രൗഢിയോടും നടക്കുന്ന ജനത്തോട് പറയുക, മാനസാന്തരപ്പെട്ടോ, മാനസാന്തരപ്പെട്ടോ. കാരണം നിന്നിൽ ആ പ്രവൃത്തി നിമിത്തം എനിക്ക് നിന്നിനുള്ളിൽ പണി ചെയ്യാൻ പറ്റുന്നില്ല. ഐ കനോട്ട് ഡു ദ തിങ്സ് ഫോർ യു. ശ്രദ്ധിച്ചേ, ദിസ് വാസ് ദ ഗ്രൂപ്പ് നമ്പർ 1. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പ് നമ്പർ 1 പേര് കൊടുത്തത് റിലീജിയസ് ജ്യൂസ്. ഇറ്റ് ക്യാൻ ബി എക്സാക്ട്ലി റിലീജിയസ് ക്രിസ്ത്യൻസ്. പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ ഒത്തിരി റിലീജിയോസിറ്റി ഉണ്ടല്ലോ, നമുക്കും ഭയങ്കര റിലീജിയോസിറ്റി ആയി മാറിയിട്ടുണ്ട്. നമ്മൾ ആരംഭിച്ചതൊക്കെ ലവ് സോങ്ങിലാണ് ഇന്ന് പറഞ്ഞതുപോലെ, പക്ഷെ അവസാനിക്കുന്ന ലെമന്റിലാണ്. റിലീജിയസിറ്റി മാറിയിരിക്കുന്നു. 2ാമത്തെ ഗ്രൂപ്പ് ശ്രദ്ധിച്ചേ, ടാക്സ് കളക്ടേഴ്സ്. ഇവരെ ഞാൻ വ്യാഖ്യാനിച്ച് പറഞ്ഞത് ഗ്രീഡി ജ്യൂസ്. ആദ്യത്തെ ജ്യൂസ് റിലീജിയസ് ആണെങ്കിൽ ഇത് ഗ്രീഡി ജ്യൂസാ. ഇവരും ജ്യൂസ് തന്നെയാണ്, ഇവരും യഹൂദ മതത്തിലുള്ളവരാ. പക്ഷെ ഇവർക്ക് പണത്തോട് ഭയങ്കര ആർത്തിയാണ്, പണത്തോട് ഭയങ്കര ആർത്തി. അപ്പൊ ആദ്യം എല്ലാവർക്കും പ്രശ്നം വേറെ വേറെയാ. പാരമ്പര്യത്തിനകത്തുനിന്നും ആ ഹിപ്പോക്രസിക്കകത്തുനിന്നും റിപ്പൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് 2ാമത്തെ കൂട്ടരെ നോക്കി പറയുക, നിങ്ങളും കൂടി റിപ്പൻറ്റ് ചെയ്യണം. എന്തിന്, എവിടുന്ന് റിപ്പൻറ്റ് ചെയ്യണം? പ്രൊഫഷൻ മാറ്റാൻ പറയുന്നില്ല, പക്ഷേ ഒരു കാര്യം പറയുന്നു, പ്രൊഫഷൻ്റെ അകത്ത് എത്തിക്സിനെ കൊണ്ടുവരണം. 2ാമത്തെ കാര്യം ശ്രദ്ധിച്ചത് ഈ മക്കളെ, ഗ്രീഡി ക്രിസ്ത്യൻസ്. ഇന്നും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു നോക്കിക്കേ, എന്തുകൊണ്ടാണ് PC നാക്കിൽ ഇന്ന് ഈ ഒരു വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നത്? I really praise God for the leadership who took this courage to bring this message. Greedy Christians. Inna end justifies the means. But Christians, we need to understand, it's not the end that justifies the means, but it is the means that justifies the end. Can I get a good amen? അവസാനം ഞാൻ എന്തുവായി തീർന്നു? അവസാനം ഞാൻ ഒരു പണക്കാരനായി, അവസാനം ഞാൻ ഒരു വലിയൊരാളായി. ആ പണവും പെരുമയും ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് ഞെളിഞ്ഞു പിരിയാം. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാനുള്ള ഒരു കാരണം പറയട്ടെ, പണത്തിന്റെ പെരുപ്പത്തിലല്ല, മാനസാന്തരപ്പെട്ട് ലവ് ഓഫ് ദ മണി ഒന്ന് മാറ്റി ഇന്ന് ദൈവത്തിലേക്ക് മടങ്ങുവാൻ ദൈവസഭയോട് ഈ 39ാമത്തെ PC നാക്കിൽ ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എബ്രായ ലേഖനത്തിലെ 13ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യം ശ്രദ്ധിക്കുക. കല്യാണത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്, ലെറ്റ് ദ മാരേജ് ബെഡ് ബി അൺഡിഫൈൽഡ്. റൈറ്റ്? മാരേജ്. അപ്പം മൊറാലിറ്റിയാണ് ശ്രദ്ധിച്ചു, മൊറാലിറ്റിയാണ് പറഞ്ഞത്. മാരേജ് ബെഡ് ബി അൺഡിഫൈൽഡ്. വിവാഹത്തിന് കിടക്ക നിർമ്മലമായിരിക്കട്ടെ, അല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത വാക്കിൽ എഴുതിക്കുന്ന വാക്ക്, കീപ് യുവർ ലൈഫ് ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി. മൊറാലിറ്റി ആൻഡ് മണി കംസ് ടുഗെദർ. മൊറാലിറ്റി ആൻഡ് മണി കംസ് ടുഗെദർ. ഇവിടെ ദ ലവ്, ദ ഗ്രീഡ് ഫോർ ദ മണി. Church, I want to let you know, God wants us to have money. Definitely, if you can earn money, that's good. But earn money in a right way. ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയ്ക്കകത്ത് പ്രവർത്തിക്കാൻ പറ്റാത്തതിന്റെ 2ാമത്തെ കാര്യം, church is running after greed. Greed of money, greed of position, greed of name, greed of all kind of materialism. God's word says, repent, and I want to see the fruit of repentance. Number 3, group number 3. 3ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ സോൾജേഴ്സാ, പടയാളികളാ. മാക്സിമം ഓഫ് ദം ആർ ജ്യൂസ്. ഇവർക്ക് ഞാൻ പേര് കൊടുത്തേക്കുന്നത് കറപ്റ്റ് ജ്യൂസ്. ഇവരാ കറപ്റ്റ്. കാരണം ഇവർക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് ഉള്ളതും കൊണ്ട്, ഇവർക്ക് പൊസിഷൻ ഉണ്ടെന്നും കൊണ്ട് ഇവർ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക.
ഇവർക്ക് പൊസിഷൻ ഉള്ളത് കൊണ്ട് ഇവർ എക്സ്പ്ലോയിറ്റേഷനിൽ ഭയങ്കര വിദഗ്ധന്മാരാ. ദൈവമക്കളെ, ദൈവസഭയോട് ഇന്ന് പകൽക്കാലം എന്ത് ദൂത ഇതിനകത്ത് പറയാനുള്ളത്? നമുക്കും ദൈവം ഇതുപോലെ പല പൊസിഷൻസിൽ നമ്മളെ എത്തിച്ചിട്ടുണ്ട്. പൊസിഷൻ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാനുള്ളതല്ല. ദൈവം നൽകി തന്ന അഭിഷേകം പാവപ്പെട്ട വിശ്വാസിയെ ചൂഷണം ചെയ്യാനുള്ളതല്ല. കർത്താവദാസൻ പറഞ്ഞല്ലോ, അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. ഹല്ലേലൂയ. പാവപ്പെട്ട വിശ്വാസി, ദൈവവചനം വലുതൊന്നും അറിയാൻ വയ്യാതിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ നമ്മുടെ നാല് ചുറ്റും. അതുപോലത്തെ ഒത്തിരി പേരുണ്ട്. അവരെ ചൂഷണം ചെയ്യുന്ന അഭിഷേകത്തിന്റെ പേരിൽ, പരിശുദ്ധാത്മാവിന്റെ പേരിൽ, എണ്ണയുടെ പേരിൽ, തീ വീഴ്ത്തലിന്റെ പേരിൽ, എല്ലാ പേക്കൂത്തിന്റെ പേരിൽ നാം അവരെ ചൂഷണം ചെയ്യുന്ന ഒരു പെന്തിക്കോസ് ലോകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ പറയുക, മാനസാന്തരപ്പെട്ട് മടങ്ങി വരുക. ദ ഫ്രൂട്ട് ഓഫ് റിപ്പന്റൻസ് വേറെ എങ്ങും പറഞ്ഞിട്ടില്ല. വേറെയൊക്കെ ഫ്രൂട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഫ്രൂട്ട് ഓഫ് റിപ്പന്റൻസ് ഈ ഒരു അധ്യായത്തിലേ ഉള്ളൂ. ബാക്കി പിന്നെ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് ഉണ്ട്, ഫ്രൂട്ട് ഓഫ് സെർവിങ് ഉണ്ട്, ഫ്രൂട്ട് ഓഫ് അനോയിന്റിംഗ് ഉണ്ട്. ഇതൊക്കെ പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഫ്രൂട്ട് ഓഫ് റിപ്പന്റൻസ് ഈസ് ഇൻ ലൂക്ക് ചാപ്റ്റർ 3 ആൻഡ് മാർക്ക് ചാപ്റ്റർ 3. Can I get some good amen? Amen. അപ്പൊ ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. ചൂഷണത്തിന് വേണ്ടി തല കൊടുക്കുന്ന വിശ്വാസിയെ നിങ്ങളും മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ തല കൊടുക്കാൻ ഇരിക്കുന്നത് കൊണ്ടല്ലേ ചൂഷണം ചെയ്യാൻ വേണ്ടി പലരും വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനേയും പുറകെ കീജയി പറയാൻ ഒരു കൂട്ടം ഉള്ളത് കൊണ്ടല്ലേ. ഇത് ശ്രദ്ധിച്ചെന്ന്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും വലിയ ലിറ്ററസി ഉള്ള സ്ഥലത്ത് ഇതാ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. മൂര്യാട് പോലുള്ള എംപറർ ഇമ്മാനുവൽ ഒക്കെ എഴുന്നേറ്റത് കേരളത്തിലാണ്. ദൈവമക്കളെ, how can we do that? Let's stand in the word of God. Let's stand in the doctrine of God. Amen. മെസ്സേജ് മാറിയിട്ടില്ല. ഈ 4 കാര്യമാണ് മലാക്കി പറഞ്ഞ് അവസാനിച്ചത്. 400 വർഷത്തിന് ശേഷം ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിക്കുക ഈ മെസ്സേജ് പറയാൻ വേണ്ടി. നിങ്ങൾ ഓർക്കോ, 3 കൂട്ടരേ ഉള്ളല്ലോ. 4ാമത്തെ കൂട്ടരെയും കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ 1ാമത്തെ കൂട്ടർ റിലീജിയസ് ക്രിസ്ത്യൻ ആണെങ്കിൽ, 2ാമത്തെ കൂട്ടർ ഗ്രീഡി ക്രിസ്ത്യൻ ആണെങ്കിൽ, 3ാമത്തെ കൂട്ടർ കറപ്റ്റ് ക്രിസ്ത്യൻ ആണെങ്കിൽ, 4ാമത്തെ ഒരു കൂട്ടറുണ്ട് ഇവിടെ കേട്ടോ. നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. 18ാം വാക്യത്തിലുണ്ട്. ഹേറോദ് അന്തിപ്പാസ്. ആരായത്? ടെട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനെ 4 ഭാഗമാക്കിയിട്ട് ഒരു റീജിയനെ മൊത്തം റൂൾ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം യഹൂദന്റെ ലീഡറാണ്. താൻ ആക്ച്വലി യഹൂദനല്ല, തൻ്റെ അപ്പൻ യഹൂദനല്ലായിരുന്നു. പക്ഷേ യഹൂദന്മാരുടെ ഇടയിൽ ലീഡർഷിപ്പ് എടുക്കണമെങ്കിൽ താൻ കൺവേർട്ട് ആകണമായിരുന്നു. അങ്ങനെ ഹേറോദ് ദ ഗ്രേറ്റ് കൺവേർട്ടായിട്ട് അവൻ യഹൂദനായി. അങ്ങനെ ഹേറോദ് ദ ഗ്രേറ്റിൻ്റെ മകനാ ഹേറോദ് അന്തിപ്പാസ്. ഇദ്ദേഹം കൺവേർട്ടായി. ഇദ്ദേഹം ജ്യൂസിന്റെ ലീഡറായിരിക്കും. അപ്പോൾ നോക്കിയേക്കാം, നേതാവാണ്, യഹൂദന്മാർക്ക് വേണ്ടി ഒരു നേതാവ്. ഈ നേതാവ് ചെയ്ത പണി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. തൻ്റെ ഭാര്യയെ താൻ ഡിവോഴ്സ് ചെയ്തിട്ട് തൻ്റെ സഹോദരനായ ഫിലിപ്പിൻ്റെ ഭാര്യ തൻ്റെ ഭാര്യയായിട്ട് അങ്ങ് എടുത്തു. അങ്ങനെ എടുത്തു വന്നപ്പോൾ യോഹന്നാൻ അവനെ നോക്കി പറയാ, ഡാ നീയും മാനസാന്തരപ്പെട്ടോണം. ഇവനെ ഞാൻ വിളിക്കുന്നത് ഇമ്മോറൽ ക്രിസ്ത്യൻ. There are religious Christian, there are greedy Christian, there are Christian who have all kind of controversies, there are Christian who are corrupt, and then the final one is the immoral Christian. ശ്രദ്ധിച്ചതേ മക്കളെ, നമുക്ക് ഹേറോദിനെ പോലെ നമുക്ക് നേതാവായൊക്കെ ഇരിക്കാം. ഞങ്ങൾ ഭയങ്കര ഭരണമാണ്, ഞങ്ങൾ ഭയങ്കര ആൾക്കാരാ, നമ്മളൊക്കെ പല പണികൾ പല പൊസിഷനിലും ഇരിക്കാം. പക്ഷേ ദൈവാത്മാവ് ഒരു കാര്യം പറയുന്നു, നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ, ഒരു മനുഷ്യനും അറിയാതിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ വിളിച്ചു പറയട്ടെ, ലെറ്റ് ദിസ് ബി എ പ്രൊഫറ്റിക് മെസ്സേജ്. എവറിത്തിങ് ദാറ്റ് യു ഡു ടുഡേ ഇൻ പ്രൈവറ്റ്, everything that you do today in secret will be tomorrow's public scandal. ഇന്ന് രഹസ്യത്തിൽ എന്തൊക്കെ നീ ചെയ്യുന്നു, നാളെ പബ്ലിക്കിൽ അത് പരസ്യകോലമായി മാറുമെന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ ഒന്ന് വിശ്വസിക്കപ്പെട്ട ദൈവമക്കളുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തു. ഒന്ന് ദൈവസഭയ്ക്ക് വേണം മാനസാന്തരം. These are the fruits of repentance. These are the fruits of repentance. ഈ ഫ്രൂട്ട്സ് ഓഫ് റിപ്പൻറ്റൻസ് കാണിച്ചത് കൊണ്ടാണ് അവിടെ പറയുന്നത്. ഈ 4 കാര്യത്തിൽ അന്നത്തെ സഭയെന്ന് പറയാം
യഹൂദ ഗോത്രത്തിലുള്ള യഹൂദ മതത്തിലുള്ള ആൾക്കാർ പറയുക റിപ്പന്റ്. അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജ് ഇന്നും പ്രസക്തിയുണ്ട്. 2000 വർഷത്തിന് ശേഷം ഇന്ന് ദൈവസഭയുടെ പറയുക റിലീജിയോസിറ്റി നിന്നെ രക്ഷിക്കത്തില്ല, ഗ്രീഡിനെസ് നിന്നെ രക്ഷിക്കത്തില്ല, കറപ്റ്റ് ആയതുകൊണ്ട് നിന്നെ രക്ഷിക്കത്തില്ല, ഇമ്മോറൽ ലൈഫ് കൊണ്ട് നീ അധികം പോകത്തില്ല. പക്ഷെ 5ാമത്തെ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് താൻ അവസാനം ഒരു വാർണിംഗ് കൂടി കൊടുക്കുന്നുണ്ട്. അവസാനം കൊടുക്കുന്ന ഒരു വാർണിംഗ് എന്താ അറിയാമോ? എ ഡേഞ്ചർ. ശ്രദ്ധിച്ച്, അന്ന് യേശുവിൻ്റെ 1ാമത്തെ വരവിന് മുമ്പിലുള്ള പ്രസംഗമായിരുന്നു അത്. ഇന്ന് യേശുവിൻ്റെ 2ാമത്തെ വരവിൽ PC നാക്കിൽ ഞങ്ങൾ വിളിച്ചു പറയുന്ന ദൈവവചനം ഇതാകുന്നു. ആമേൻ. എന്തുവാ മെസ്സേജിൻ്റെ വാർണിംഗ്? അവിടെ 2 വാർണിംഗ് പ്രത്യേകിച്ചുണ്ട്. 1ാമത്തെ വാർണിംഗ് കോടാലി വെച്ചിട്ടുണ്ടെന്ന്, അല്ലേ? ആക്സ് ഈസ് ലെയ്ഡ്. കത്തിയല്ല, വെട്ടോത്തിയൊന്നും അല്ല, വേറെ ഒരു കാര്യമല്ല, ചെറിയ കാര്യമൊന്നുമല്ല, താങ്ങാൻ പറ്റാത്ത കാര്യമാണ്. അവൻ്റെ കയ്യിൽ വീഴുന്ന മുമ്പേ, അവൻ്റെ ന്യായവിധി ഇറങ്ങുന്ന മുമ്പേ ഹല്ലേലൂയ. PC നാക്ക് 39 PC നാക്കിൽ, അടുത്ത PC നാക്കിൽ ഇവിടെ പലരും കാണത്തില്ലായിരിക്കും. അടുത്ത PC നാക്ക് ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ ശബ്ദമെന്ന് മുഴങ്ങട്ടെ. ദൈവാത്മാവി ഞാൻ വിളിച്ചു പറയുക, ഈ സദസ്സിനകത്ത് ഈ 4 കൂട്ട ജനത്തെ നോക്കി ദൈവത്തിന് ആത്മാവ് ഇങ്ങനെ പറയുന്നു: നീ എത്ര വലിയ നെളിഞ്ഞാലും, എത്ര പണമുണ്ടായാലും, നീ ഹേറോദായാലും, പൊതുജനമായാലും, നേതൃത്വ സ്ഥാനത്തിലായാലും, സ്ഥാനമില്ലെങ്കിലും, നിനക്ക് പണമുണ്ടെങ്കിലും, പൊസിഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കോടാലി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ വരവിന് മുമ്പിൽ ഈ ഒരു ന്യായവിധിയുടെ ശബ്ദം എല്ലാ കാതുകളും മുഴങ്ങട്ടെ. ഇവിടെ ഒരു അലറും ഒരു മുറവിളിയും ഇവിടെ ഉയരട്ടെ. കരച്ചിലും അനുതാപവും ഇവിടെ ഉയരട്ടെ. പറയണേ, കർത്താവേ, ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടിരണമേ, ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടിരണമേ. ഒരു അനുതാപം, ഒരു റിപ്പന്റൻസ്. The Lord is asking, you don't know if you will see tomorrow morning or not. You don't know if you will eat the next day breakfast. You don't know if there is another conference. But I want to let you know, the axe is laid. The question is not about if. The question is about when. ഇത് ചലിക്കുമോ ഇല്ലയോ എന്നല്ല ക്വസ്റ്റ്യൻ, എപ്പോൾ വന്ന് വീഴും എന്ന ക്വസ്റ്റ്യൻ. 2ാമത്തെ ഒരു കാര്യം കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. അതെന്തോന്ന് ചോദിച്ചാൽ, കോടാലി മാത്രമല്ല, താഴെ നോക്കുമ്പോഴറിയാം വീശുമുറം കൂടി ഉണ്ടെന്ന്. ഒരു വീശുമുറം കൂടി വെച്ചിട്ടുണ്ട്. കോടാലിയും കൊണ്ട് വെട്ടുവാനും, ഒരു വീശിയാൽ പറന്നു പോകുവാനും. ഹല്ലേലൂയ. ഇത് പ്രവചന ശബ്ദമായിട്ട് ഏറ്റെടുക്കാൻ ദൈവസഭ. ഇതിനെ പ്രവചന ശബ്ദമായി ഇന്ന് മാത്രമല്ല, ഇനി മുഴങ്ങാൻ പോകുന്ന 2-3 ദിവസത്തിൽ PC നാക്ക് എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് എടുത്തു എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ സബ്ജക്റ്റിനോട് ലോയൽറ്റി ഞാൻ പാലിക്കും. ആമേൻ. നിങ്ങൾ ഈ സബ്ജക്റ്റ് എടുക്കാൻ പാടില്ലായിരുന്നു. എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിനോടുള്ള ലോയൽറ്റി ഞാൻ പാലിക്കും. ലോയൽറ്റി എന്താണെന്ന് ചോദിച്ചാൽ, കം ബാക്ക് ചർച്ച്, കം ബാക്ക്. Hallelujah. Before the axe comes down, before the winnowing fan comes down, before anything else happens, I want to call on to this church. Hey church, would you come back? Would you repent? Would you give your heart to God? Would you say, Jesus, here is my life, എന്റെ ജീവിതം ഇതാകുന്നു എന്ന് പറയാൻ പറ്റുന്ന മക്കൾ? അങ്ങനാണെങ്കിൽ, അങ്ങനെ ആത്മാവിൽ ചലിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കരങ്ങൾ തട്ടി ശബ്ദങ്ങൾ ഉയർത്തി ഒന്ന് പറയാൻ പറ്റുമോ? Lord, forgive us. Here we come. We give ourselves to you. Can you give a big hand and worship the name of the Lord? അനുതാപത്തോട് അന്യഭാഷ പറഞ്ഞു, കുഴപ്പമില്ല. അനുതാപത്തോട് ദൈവത്തെ സ്തോത്രം ചെയ്തോ, കുഴപ്പമില്ല. അനുതാപത്തോട് കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചോ. ഇത് പാസ്റ്റർമാർക്കും ബാധ്യതയാ, എനിക്കും ഇത് ബാധകമാ, നിങ്ങൾക്കും ഇത് ബാധകമാ. ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നില്ല. എന്നോടൊപ്പം ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ആ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെന്ന്. എന്നോടൊപ്പം ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ജൂരാഭാഷം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിങ്ങൾ ആരെയും ബോധിപ്പിക്കാൻ പോകണ്ട. പക്ഷെ നിങ്ങളുടെ കാര്യം ദൈവത്തിന് അറിയാം. എനിക്ക് നന്നായി അറിയാം ദൈവത്തിന് ആത്മാവ് ഇവിടെ ശക്തമായി സംസാരിച്ചിട്ടുണ്ടെന്ന്.
എന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പറയുന്ന 2 കരങ്ങൾ സ്വർഗത്തേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ PC നാക്കിൽ ഇങ്ങനെ വിട്ടു പോകല്ലേ ദൈവമക്കളെ. ഈ ഒരു വിതച്ച വിത്ത് അടുത്ത ഈ ഷോപ്പ് റൗണ്ട് ചെയ്യുമ്പോൾ ഇത് മാറിപ്പോകാൻ പാടില്ല. പറ കർത്താവേ, എന്നെ തന്നെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇത് എപ്പോൾ വരുമെന്നല്ല, ഇത് എപ്പോൾ വരുമെന്നല്ല. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ കർത്താവേ, ആ ആക്സിന്റെ ഇരയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോടാലിക്ക് ഇരയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വീശുമോറം വീശുമ്പോൾ അതിന് ഇരയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരയുന്ന ദൈവമക്കൾ ശബ്ദങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവപിതാവേ, ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നോടൊപ്പം ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പലതും തെറ്റിട്ടുണ്ട് കർത്താവേ. Lord, we repent. We turn away from all the pride, from all kind of ancestral traditional pride, oh God. We repent from hypocrisy. We repent from the greed of money. We repent from corrupt things, Lord. We repent from immorality. We repent, oh God, and we humble ourselves. Let your name be glorified. In Jesus' name we pray. And the church shout out. Let's give a big hand to the Lord and worship the name of the Lord.